ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി ആത്മഹത്യ ചെയ്തതിൽ CID അന്വേഷണം ഊർജിതം. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ആദായ നികുതി ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആവർത്തിക്കുകയാണ്. കേന്ദ്ര ഏജൻസിയുടെ സമ്മർദ്ദമാകാം മരണകാരണമെന്നും മറ്റൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും സഹോദരൻ CJ ബാബു പറഞ്ഞു. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവര് 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞു. എന്നാൽ റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചില്ലെന്നാണ് വിശദീകരണം. ആദായ നികുതി വകുപ്പിന്റെ നിയമപരമായാണ് എല്ലാം ചെയ്തതെന്നും വകുപ്പ് വിശദീകരിക്കുന്നു. റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഏറ്റവും ഒടുവിൽ വന്നത് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണമാണ്. ആരോപണങ്ങൾ തള്ളുകയാണ്, നിയമപരമായ കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ്. ഏതായാലും അന്വേഷണം പലതരത്തിൽ പുരോഗമിക്കുകയാണല്ലോ. രഞ്ജിത്ത്, അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ ഈ ആദായ നികുതി ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. അതായത് നിയമപരമായി മാത്രമേ തങ്ങൾ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളൂ, അതുപരമായിട്ടുള്ള കാര്യങ്ങളും പരിശോധനകളും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒരു തരത്തിലുമുള്ള സമ്മർദ്ദമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ റോയിക്ക് മേൽ തങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ ആവർത്തിച്ച് ഈ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. ഒപ്പം തന്നെ പോലീസ് അന്വേഷണത്തോട് കൃത്യമായി തന്നെ സഹകരിക്കും. അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും അതിനൊപ്പം നിൽക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുകൂടി ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാവിലെയാണ് ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ഈ മൊഴിയെടുപ്പ് ആരംഭിക്കുന്നത്. ആദ്യം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി, അതിനുശേഷം ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ ശ്രമങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികളോ ഒക്കെ ഉണ്ടായോ എന്ന് ഈ ജീവനക്കാരോട് കൃത്യമായി ചോദിച്ചറിയുകയും ചെയ്തു. മറ്റൊന്ന്, ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചോദിച്ചറിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും സമയത്ത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട റോയി എന്തെങ്കിലും പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ 3 ദിവസമായി ഈ റെയ്ഡ് തുടരുകയാണ്. കഴിഞ്ഞ 3 മാസക്കാലമായി ഇത്തരത്തിൽ വ്യാപകമായി പരിശോധനകൾ തുടരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ കൈമാറിയോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ സഹോദരൻ പറഞ്ഞതനുസരിച്ച് ഈ CJ ബാബുവിനെ നേരത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം 10:00 അതിനുശേഷം വൈകിട്ട് കാണാം, അതായത് 7 മണിയോടുകൂടി കാണാമെന്നായിരുന്നു അറിയിച്ചത്. അതിനു ശേഷം വിളി വന്നിട്ടില്ല എന്നാണ് സഹോദരൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ സമയത്ത് ഈ വേളയിൽ മറ്റാരെങ്കിലും ആയി ഈ ഇത്തരത്തിൽ ബന്ധപ്പെടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ റോയി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അത്തരത്തിൽ ഫോൺ രേഖകൾ, അപ്പോൾ തന്നെ ഓഫീസിൽ നിന്നൊരു ഡയറി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഡയറി കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റെവിടുന്നെങ്കിലും ഏതെങ്കിലും ഭീഷണികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ആ സംശയം കൂടി ദൂരീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. രാവിലെ റോയിയുടെ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും മൊഴിയെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു ഉദ്യോഗസ്ഥരുടെ അടക്കം. ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിലിപ്പോൾ മൊഴിയെടുപ്പ് മാത്രമാണ് നടന്നിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കുമെന്നുള്ളൊരു വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നാളെ വൈകിട്ട് 4 മണിക്കാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം ഈ സഹോദരൻ്റെ വീട്ടുവളപ്പിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നായിരുന്നു അറിയിച്ചെങ്കിൽ അതിൽ ചില ക്രമത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നാളെ വൈകിട്ട് ആയിരിക്കും ഇത്തരത്തിൽ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്.
MG മിഥുൻ വിവരങ്ങൾ പങ്കുവച്ചു. CJ റോയുടെ മരണത്തിന് പിന്നിൽ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം സംശയിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണം, മരിച്ചതിന് ശേഷവും റെയ്ഡ് തുടർന്നുവെന്നാണ് പറയുന്നത്. മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്കാവുന്നില്ലെന്നും ഇത് പരിശോധിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് എന്തേ കേന്ദ്ര ഏജൻസികൾക്കാവുന്നില്ല എന്ന കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനാവുക. റെയ്ഡിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന ഏത് കാര്യമായാലും സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നതിൻ്റെ പരിശോധന ഫലപ്രദമായിട്ട് നടത്തി തന്നെ വേണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. അന്വേഷണം നടത്തണം, അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മലയാളിയായ നമുക്ക് കേരളക്കാർക്ക് നല്ല പരിചയമുള്ള ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രമുഖ വക്താവാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഈ പശ്ചാത്തലത്തിലാണെന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾ, സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധിക്കട്ടെ എന്നാണ് ആ സംബന്ധിച്ച് പറയുന്നത്. CJ റോയിയുടെ മരണത്തിൽ ഗൗരവതരമായ അന്വേഷണം വേണം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. IT റെയ്ഡിന്റെ പേരിൽ ആത്മഹത്യയുടെ കാര്യമില്ല, മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെൻ്റാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സാധാരണ നടക്കുന്ന ഒരിതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണം. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദുരൂഹത കാണുന്നുണ്ട് ആ മരണത്തിൽ. അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദുരൂഹത അതിന്റെ പുറകിലുണ്ട്. അത് അന്വേഷിച്ച് അതിന്റെ സത്യം പുറത്തുവല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.